ഹലോ ഫാമിലി, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ആക്ച്വലി എണീറ്റ് വന്ന് പല്ല് തേച്ച് നമ്മൾ പറയില്ലേ ജസ്റ്റ് കണ്ണെഴുതി ലിപ്സ്റ്റിക്ക് ഇട്ട് വന്നിരിക്കുന്നത്. ആക്ച്വലി അത് തന്നെയാണ് സത്യം. കണ്ണെഴുതിയില്ല, ജസ്റ്റ് ഐബ്രോസൊക്കെ ചെയ്ത് ലിപ്സ്റ്റിക്ക് ഇട്ട് വന്നിരിക്കുക. ആൻഡ് ഐ വാസ് തിങ്കിങ്, ഞാൻ ഭയങ്കര ഒരു ബാൽക്കണി പേഴ്സണാണ്. ബാൽക്കണി അല്ലെങ്കിൽ ടെറസൊക്കെ അങ്ങനത്തെ ഒരു വൈബിൻ്റെ ആളാണ്. അപ്പം ഞാനിങ്ങനെ ഇവിടെയൊക്കെ വന്നിരിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ആൻഡ് പണ്ട് കാപ്പ ടി വിയിൽ ഡിയോ കാപ്പ എന്ന് പറഞ്ഞ ഷോ ഉണ്ടായിരുന്നു. എനിക്കറിയില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന്, പക്ഷെ ചുമ്മാ ഒന്ന് അടിച്ചു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ എന്തെങ്കിലും റഷസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ആ ഷോ എങ്ങനെയായിരുന്നു വെച്ചാൽ, ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ എൻ്റെ പ്രായത്തിനേക്കാൾ കൂടുതൽ അനാവശ്യമായ ചിന്തകളും ഫിലോസഫിയൊക്കെ പറയുന്ന ഒരാളായിരുന്നു അപ്പോഴും ഇപ്പോഴും. ഇപ്പം എനിക്ക് എൻ്റെ ഫിലോസഫി കേൾക്കാൻ ആളില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഡിയോ കാപ്പയിലെ എന്താ പറയുക പരിപാടി എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെയാണ്. നമ്മൾ ഓരോരോ സ്ഥലങ്ങളിൽ ഓരോരോ ലൊക്കേഷൻസിൽ പോയി, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ, എസ്തറ്റിക്കായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി എൻ്റെ അടുത്ത് നമ്മുടെ ടീം പറയും ഇന്ന് നമുക്കിതിനെപ്പറ്റി സംസാരിക്കാം. അപ്പം ഞാൻ എൻ്റെ ഐ തിങ്ക് ഐ വാസ് 18-19 ആ സമയത്ത് വലിയ വലിയ സിദ്ധാന്തങ്ങളെപ്പറ്റിയും വലിയ വലിയ കഥകളൊക്കെ ഞാനിരുന്ന് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അപ്പം ആക്ച്വലി അന്ന് മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു പോഡ്കാസ്റ്റ് പരിപാടി സ്റ്റാർട്ട് ചെയ്യണം. അതിൽ ഇങ്ങനെ ഗസ്റ്റിനെ കൊണ്ടുവരുന്നൊരു രീതിയിലുള്ളതല്ല. കാരണം ഇപ്പം ബൈ നൗ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ ബാക്കി കാര്യങ്ങൾ, ഇപ്പോൾ ഷോസും ഓട്ടോപ്പി ആണെങ്കിലും ഒക്കെയും കാരണം കൊണ്ട് എനിക്കങ്ങനെ ഭയങ്കര കൺസിസ്റ്റൻ്റായിട്ട് ഇത് ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും സാധനം തുടങ്ങി വെച്ച് പിന്നെ അത് ഇടയ്ക്ക് വെച്ച് നിന്ന് പോകുന്ന പരിപാടിയിലേക്ക് പിന്നെയും പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെയൊന്നും സ്റ്റാർട്ട് ചെയ്യാത്തത്. സോ ഐ വാസ് തിങ്കിങ്, രാവിലേക്ക് എണീറ്റ് വരും എപ്പോഴും ചിന്തയാണ് എന്ന് വെച്ചാൽ എനിക്ക് തിരക്കില്ലാത്തൊരു സമയം കിട്ടിയ അപ്പം ചിന്തയാണ്. ആൻഡ് ഇപ്പോൾ എന്താ ചിലപ്പോൾ ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം, ചിലപ്പോൾ നല്ലതാണ്. അതായത് നമ്മളിപ്പോൾ എന്തിൻ്റെങ്കിലും ഇടയിൽ സംസാരിക്കുന്ന ഇടയിൽ ഞാൻ ചിന്തയിലേക്കൊക്കെ പോകും. അപ്പോൾ അങ്ങനെ വരുന്ന എൻ്റെ ചിന്തകൾ ഇവിടെ വന്ന് സംസാരിക്കാം എന്നുള്ളതാണ് ഞാൻ ഈ ഒരു സീരീസ് കൊണ്ട് വിചാരിക്കുന്നത്. ഈ വാട്ട് ഐ ഈറ്റിൻ്റെ സീരീസൊക്കെ തുടങ്ങാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ കഥയൊക്കെ പറഞ്ഞ് അവസാനം ഇത് ഇൻകംപ്ലീറ്റ് ആയി പോയെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ദിവസത്തെ ഈറ്റിംഗ് പരിപാടികളൊക്കെ ഭയങ്കര എന്താ പറയുക, ഒട്ടും ഒരു ഓർഡറിൽ പോകുന്നൊരു കാര്യമില്ല. ചില ദിവസം മിക്ക ദിവസവും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും. ആൻഡ് അതിന് പല തിയറീസും ഉണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റായിട്ട് കഴിച്ചാൽ മതി, ഹെവി ആയിട്ട് കഴിക്കണം എന്നുണ്ട്. അപ്പോൾ ഞാൻ കമൻസിൽ വായിക്കാറുണ്ട്, നിങ്ങൾ ഡോക്ടേഴ്സൊക്കെ ഒരു ധാരണയിലെത്തിയിട്ട് ആ കാര്യത്തിൽ ഞാനൊരു തീരുമാനത്തിലെത്താമെന്ന് പറയുന്ന പോലെ എൻ്റെ ഭയങ്കര ഒരു നിങ്ങളെ കാണിച്ച് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിനുള്ള ഒരു വാട്ട് ഐ ഈറ്റിൻ്റെ റൂട്ടീനല്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അത് ഇതല്ല. മാത്രമല്ല എനിക്ക് കുറച്ചെങ്കിലും എസ്തറ്റിക്കായിട്ട് എടുക്കണം, അങ്ങനെ വെറുതെ എടുക്കാണ്ട്. അപ്പം ഈ രണ്ട് കാരണങ്ങൾ കാരണം അത് വഴിയിലായി. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ ഒരു സീരീസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് പറയുന്നൊന്നുമില്ല. ബട്ട് ഐ എം ഗോണ ട്രൈ. എനിക്ക് ഞാൻ എവിടെയൊക്കെ എൻ്റെ ബാൽക്കണിയിലിരിക്കുമ്പോഴും, ഇതിപ്പോൾ ചേച്ചിയുടെ ഫ്ലാറ്റ് എന്ന് പറയുന്നത് എനിക്കും ചേച്ചിക്കും ഞങ്ങളെ വർക്കിനായിട്ട് 2 സ്പേസസ് ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ എന്തെങ്കിലും ഷൂട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റിംഗ് ഓഫീസ് സ്പേസ് പോലെ. അപ്പോൾ അത് ഒരു ഓഫീസ് അല്ലാതെ നമ്മളൊരു ഫ്ലാറ്റ് പോലെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴും അമ്മയുടെ ബാൽക്കണി ഈസ് എ ക്യൂട്ട് ലിറ്റിൽ ബാൽക്കണി. അപ്പോൾ അവിടെയൊക്കെ ഇരിക്കുമ്പോഴൊക്കെ ഞാൻ ചിന്തയുടെ ആളാണല്ലോ, ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കും. അപ്പോൾ എൻ്റെ അങ്ങനത്തെ ചിന്തകൾ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് വേണ്ടി ഞാൻ മൈക്ക് വാങ്ങിച്ചാട്ടോ. ഞാനിങ്ങനെ ഒരു എന്താ പറയുക, എക്സ്പെൻസീവ് മൈക്കൊക്കെ വാങ്ങുന്നതിന് മുമ്പ് ഇത് എനിക്ക് ഐ തിങ്ക് ഇറ്റ് ജസ്റ്റ് കെയിം അറൗണ്ട്. ഞാൻ കാണിച്ചാൽ ഇപ്പോൾ ജസ്റ്റ് വാങ്ങിച്ച് പൊട്ടിച്ചേ ഉള്ളൂ. ബിക്കോസ് എനിക്കിങ്ങനെ മൈക്ക് പിന്നെ അത് രണ്ടും തമ്മിൽ ഇതൊക്കെ ചെയ്യണോ, എന്താ പറയുക, കണക്ട് ചെയ്യണോ എന്നൊക്കെ ആലോചിച്ച് മടി കാരണം അത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു റാൻഡം കാണുന്നില്ല, ഗ്രീൻ ആരോ, ഇങ്ങനൊരു ബ്രാൻഡിൻ്റെ ഒരു കുട്ടി മൈക്ക് വാങ്ങിച്ചു. അപ്പം ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വ്ളോഗിങ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതൊരു ആദ്യത്തെ ഒരു സെഷനിലേക്ക് വാങ്ങാൻ പറ്റിയൊരു മൈക്കാണ്. ബിക്കോസ് ഞാൻ ജസ്റ്റ് ഒന്ന് മൈക്ക് ഏത് ഔട്ട് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടി ഇതാണ്. ഇതിൻ്റെ MRP കാണിച്ചിരിക്കുന്നത് ഐ തിങ്ക് ഇറ്റ് വാസ് 2000 എന്തോ ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ആമസോണിൽ ഇത് എന്താ പറയുക 899 സംതിങ് അറൗണ്ട് ഒരു 900-ish അടുത്ത്. അപ്പോൾ അതിന് വാങ്ങിച്ചു. അപ്പോൾ ഞാൻ ഏകദേശം ഈ സംസാരം പരിപാടിക്ക് ഫുൾ സെറ്റാണ്.
പക്ഷെ എൻ്റെ സംസാരം കേൾക്കാനും ആൾ വേണമല്ലോ. ഞാൻ പറഞ്ഞു ഡിയർ കപ്പയ്ക്ക് ആളുണ്ടായിരുന്നു. പക്ഷേ അതുപോലെ ഇവിടെ ഇഫ് യു ഗൈസ് വുഡ് ലൈക്ക് ടു ലിസൺ ടു മീ ടോക്കിങ്, അപ്പോൾ ഞാൻ അതിന് പല പല കാര്യങ്ങൾ ആലോചിച്ചു. അതായത് രാത്രി ഇരുന്ന് സംസാരിച്ചാലോ. അപ്പം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചാനലിൽ അല്ലെങ്കിലും ട്രാക്ഷനൊക്കെ ബിൽഡായി വരുന്നേ ഉള്ളൂ. ഒരു കുഞ്ഞ് ചാനൽ, ഒരു പാവം ചാനലാണ്. ഇനി ഇത് ബിൽഡായി വരണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. പിന്നെ എൻ്റെ ഒരു കയ്യിലിരിപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ വന്ന് എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ഒരാളും കൂടെ ആയതുകൊണ്ട് അതിൻ്റെതായ കുഴപ്പങ്ങളുണ്ട്. പക്ഷേ രാത്രിയൊന്നും വലിയ ആക്ടിവിറ്റി ഉള്ളൊരു ചാനലല്ല എൻ്റെ ഉള്ളതിൽ തന്നെ. അപ്പോൾ നൈറ്റ് സീരീസ് പോലെയൊക്കെ രാത്രി നിന്ന് സംസാരിക്കുന്ന പോലെയൊക്കെ, അതായത് ഞാൻ പണ്ട് റേഡിയോയിൽ ചില നൈറ്റ് പ്രോഗ്രാംസ് കേൾക്കാറുണ്ടായിരുന്നു പണ്ടെന്ന് വെച്ചാൽ ഭയങ്കര പണ്ടൊന്നുമല്ല, കുട്ടിച്ചാത്തനൊക്കെ സമയത്ത്. അന്ന് നമുക്ക് ഇത്ര വലിയ ഫോണുകളും എന്ന് വെച്ചാൽ ഇത്രയും ഇതായിട്ടുള്ള ഫോണൊന്നും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊക്കെ അമ്മയുടെ ഫോണിനകത്ത് നിന്ന് റേഡിയോ ഒക്കെ കേട്ടാണ് നമ്മളൊക്കെ ചില്ല് ചെയ്യുന്നത്. അപ്പോൾ പാട്ട് കേൾക്കുന്ന പരിപാടി ഒന്നും ഉണ്ട്. ഇപ്പോൾ രാത്രിയാണെങ്കിലും ഞങ്ങൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വണ്ടിയിൽ തിരിച്ചു പോകുമ്പോൾ ഇതിരുന്ന് കേൾക്കൽ തന്നെയായിരുന്നു അന്ന് ഇന്ന് എപ്പോഴും പരിപാടി. അപ്പോൾ അത് അങ്ങനത്തെയൊക്കെ എന്തെങ്കിലും സംഭവം ചെയ്താലും ഞാൻ ആലോചിച്ചു. ഇപ്പോൾ ഞാനിങ്ങനെ രാത്രി എൻ്റെ ബാൽക്കണിയിലോ ഏതെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് സംസാരിച്ചാൽ ഇതിന് കേൾക്കാൻ ആളുണ്ടാവുമോ? നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ ഇരുന്ന് എന്ത് സംസാരിക്കുന്നത് കേൾക്കാനാണ് ഇഷ്ടം? ഇത് ബോറടിക്കുമോ ഇതൊക്കെ പറയാം. അതായത് ഇപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഒരു ടോപ്പിക്കൊക്കെ വിചാരിച്ചാൽ വന്നത്. പക്ഷേ ഇതിപ്പോൾ ഞാൻ കുറേ നീട്ടുന്നില്ല. ഇത് ചെയ്യണോ വേണ്ടോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം പറയണം. ആൻഡ് എന്താ പറയുക, ആസ് ഐ ഓൾവേസ് സേ, ഞാനത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാനത് പറഞ്ഞ് ഫീഡ് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ, ഒരു കാര്യം 100 വട്ടം പറയുമ്പോൾ അതിലും തലയിലത് കയറുമായിരിക്കും. അപ്പോൾ പിന്നെയും പറയുന്നു, നമുക്കിഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ അയാളെ വേദനിപ്പിക്കാതെ അയാളുടെ വഴിക്ക് വിടുക. കാരണം നമുക്കിഷ്ടമില്ല എന്ന് വെച്ചാൽ അയാൾ മോശക്കാരനാവുന്നില്ല. നമുക്ക് യു ക്യാൻ ഓൾവേസ് ചൂസ് ദ പാത്ത് ഓഫ് പീസ് ഓവർ വയലൻസ് അല്ലേ? എസ്പെഷ്യലി ഇങ്ങനത്തെ കാര്യങ്ങൾ. അതായത് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിക്കണം എന്നുള്ള കാര്യം 100% ആയിട്ടുള്ളതാണ്. പക്ഷേ ഇങ്ങനത്തെയൊക്കെ ഒരു സോഷ്യൽ മീഡിയ സ്പേസിലൊക്കെ നമുക്കിഷ്ടമില്ലാത്ത ഒരാൾ, അത് അടിക്കണം കൂടിയില്ല, നമ്മളൊന്നും ചെയ്യുന്നില്ല. പക്ഷെ നമുക്കിഷ്ടമില്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്താലും വിഷയം എന്നുള്ള രീതിയിലുള്ള പരിപാടി അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പം എന്നെ ഇഷ്ടമുള്ളവർ പ്ലീസ് സ്റ്റേ ബാക്ക് ആൻഡ് ടെൽ മീ, ഞാനിത് ചെയ്യണോ വേണ്ടയോ. ആൻഡ് എന്ത് ടോപ്പിക്ക് പറഞ്ഞാലും എന്നെക്കൊണ്ട് അറിയുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും കേട്ടോ. അതൊരു എന്ന് വെച്ചാൽ പൊട്ടത്തരായിരിക്കും. എന്ന് വെച്ചാൽ എനിക്കതിനെപ്പറ്റി അറിയില്ല എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ പറ്റും. പക്ഷേ സീരിയസ്ലി നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ ഒരു ഏജിനും എൻ്റെ ഒരു ഇതൊക്കെ വെച്ചിട്ട് എന്തിനെങ്കിലും പറ്റി ഞാൻ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ടെൽ മീ. ആൻഡ് ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്യണം. മൈ ബാൽക്കണി ടോക്സ് വിത്ത് ആമി വേണോ എന്ന് പറയാം. അതും മറ്റേ നിന്ന് പോകുന്നൊരു പരിപാടിയല്ല, വേഗം തീർക്കാൻ പറ്റും. കാരണം ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചാൽ മതി. സംസാരിക്കാൻ എനിക്കിഷ്ടം, എഫേർട്ട് കുറവാണ്. അപ്പോൾ ഇത് വേണോ എന്നുള്ള കാര്യം നിങ്ങൾ പറയണം. ആൻഡ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്, നമുക്ക് ഇഷ്ടമില്ലാത്തവരെ ആ വഴി അങ്ങ് പോയിക്കോട്ടെ. എന്തിനാണ് അവരെ നമ്മൾ ഉപദ്രവിക്കുന്നത്? അവർ നമ്മൾ ഉപദ്രവിക്കുന്നില്ലല്ലോ. സോ ഐ നോ ഐ എം വൺ ഓഫ് ദി എന്തിനെന്നറിയാതെ വെറുക്കപ്പെടുന്ന വൺ ഓഫ് ദി ഇച്ചിരിയെങ്കിലും ലൈം ലൈറ്റുള്ള ഒരാൾ. ഞാൻ എന്ത് ചെയ്താലും മുടിയഴിച്ചില്ലെങ്കിൽ പ്രശ്നം, ഇങ്ങനെയൊക്കെ ഫുള്ള് വിഷയമാണ്, എസ്പെഷ്യലി ഫേസ്ബുക്കിൽ. പിന്നെ അവരെ മാറ്റാനോ നന്നാക്കാനോ ഒന്നും നിൽക്കുന്നതിൻ്റെ ആവശ്യമില്ല. അല്ല, എൻ്റെ പാത്തും എൻ്റെ ജേണിയും എനിക്ക് നല്ലോണം അറിയാം. ഞാൻ എന്തൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്നും അതൊക്കെ എത്രമാത്രം പുറത്ത് കാണിക്കുന്നില്ല എന്നും അതെന്തുകൊണ്ട് പുറത്ത് കാണിക്കുന്നില്ല എന്നും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. സോ എനിക്ക് എന്നെയും എൻ്റെ വീട്ടുകാരെയും ആണ് പ്രൈമറിലി ബോധിപ്പിക്കേണ്ടത്, പിന്നെ എന്നെ ഇഷ്ടമുള്ള ആൾക്കാരെ. അപ്പം ഇത് അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. എന്നെ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കും പറഞ്ഞ പോലെ ഡോണ്ട് ഹേർട്ട് എനിബഡി. കാരണം ഈ വേൾഡിൽ വി നീഡ് കൈൻഡ്നെസ്. അത് നിങ്ങൾ ഉപദ്രവിച്ചവരൊക്കെ പോയി വേദനിപ്പിച്ചു, ഉപദ്രവിക്കാത്തവരെ അവർ ആ വഴിക്ക് വിട്ട് കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പം അല്ലാത്ത ആൾക്കാർ ലെറ്റ് മീ നോ ഇഫ് ഐ ഷുഡ് കണ്ടിന്യൂ ദിസ്. ഓക്കെ, അപ്പോൾ ഇപ്പം തന്നെ കണ്ടില്ലേ, ഇങ്ങനെ ഇരുന്ന് എനിക്ക് സംസാരിക്കാൻ ഒരാൾ വേണം. എനിക്കുള്ള ടൈമായി, പക്ഷേ ആൾ വരട്ടെ, ടൈം എടുക്കാം, പക്ഷേ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലെറ്റ് മീ നോ ഇഫ് ഐ ഷുഡ് കണ്ടിന്യൂ ദിസ്. ഞാനിപ്പോൾ കുളിച്ചൊക്കെ റെഡി ആവട്ടെ കേട്ടോ.